ഇന്ന് ഇഡലി ഫ്രൈ ചെയ്യാൻ പോവാ. ഇത്രയും ദിവസം ഇഡലി പുഴുങ്ങിയതല്ലേ, ഇനി ഞങ്ങൾ ഫ്രൈ ചെയ്യാം. ഓരോരോ പരീക്ഷണങ്ങളില്ലേ? പരീക്ഷണത്തിന് വിധേയരാകണത് അപ്പനും മകളും പരീക്ഷണ വസ്തുക്കളാവണം. ഫ്രൈഡ് ഇഡലി ഇത് നേരത്തെ എപ്പോഴും ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പിന്നെ അത് ഒരു സ്പെഷ്യാലിറ്റി ഇല്ല അല്ലേ. പൊങ്ങി വരുന്നു. ഇതിൽ ഇഞ്ചിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ലതാണ്. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ഫ്രൈ ചെയ്യുക. എന്നാന്ന് വെച്ചാൽ വേറെ വർക്കുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് തുനിയാതിരുന്നത്. അത് ചെയ്താന്ന് തോന്നണോ? ഓൾറെഡി ഇതിന്റെ നല്ല വീഡിയോ ചെയ്തേക്കണം. ശരിക്കുള്ള നല്ല വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കുള്ള വീഡിയോ ചെയ്തേക്കണം. ഇതിപ്പോ മാവ് ബാക്കി ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യണതാട്ടോ. ഇതിന് വേണ്ടിയുള്ള വീഡിയോ അല്ല ഇത്. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ. ഉണ്ണിയപ്പം പോലെ അല്ല, നെയ്യപ്പം പോലെ. ശരിക്കും നെയ്യപ്പം പോലെ. അത് കറിവേപ്പില ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില ഇത്രയും മാവില് അരിഞ്ഞിട്ട് ചെയ്യണതാണ് നല്ലത്. അത് അതിനൊന്നും മെനക്കെട്ടില്ല, ഞങ്ങള് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നു, കഴിക്കുന്നു. ഇഡലി ഉണ്ടാക്കാനായിരുന്നു, അപ്പൊ ഇവള് പറഞ്ഞാ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. നല്ല കിട്ടി. അതൊക്കെ ഈ പാത്രമായതുകൊണ്ടായിരിക്കും. അല്ല കുഴിയൻ. ആ ഉണ്ണിയപ്പച്ചട്ടി എടുക്കായിരുന്നു, പിന്നെ ഇനി അത് തേച്ച് കഴുകാനും പുറക്കാനും ഒന്നും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ. ഇതാകുമ്പോ കടുക് പൊട്ടിക്കുന്ന പാത്രമല്ലേ. എണ്ണവാല. അതെ, എണ്ണവാല. എനിക്ക് സൗണ്ട് കേൾക്കണം ഭയങ്കര ഇഷ്ടം. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് മൂത്ത് കഴിയുമ്പോൾ ഏത് കോരി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലേ. അതെ, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല സൗണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് പണിയാരം പറയും. ഒത്തിരി പേര് പണ്ട് ശരിക്കുള്ള ഇതുണ്ടാക്കിയപ്പോ അടിയില് പേരിട്ടായിരുന്നു. അങ്ങനെയാട്ടോ പറയണേന്നും പറഞ്ഞ. അത് ഓരോ സ്ഥലത്ത് ഓരോ പേരില്ലേ. ഞങ്ങൾക്ക് പേരറിയാൻ മേലാത്ത പലഹാരം എന്നാണ് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഒത്തിരി പേര് കമന്റിൽ അറിയിച്ചായിരുന്നു. ഫ്രൈഡ് ഇഡലി അങ്ങനെയാ നമ്മള് പറഞ്ഞല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമാണോ ഈ ഫ്രൈഡ് ഇഡലി? എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല. എനിക്ക് പുഴുങ്ങണ ഇഡലി തന്നെ താല്പര്യം. എനിക്ക് ഇതിനോട് അത്രക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ കഴിക്കാം, കുഴപ്പമില്ല, എണ്ണയല്ലേ. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യണില്ലല്ലോ. അപ്പൊ എണ്ണയൊക്കെ പരമാവധി കുറച്ചാ ഉപയോഗിക്കണം. അതെന്താണെന്നറിയോ, ഇത് ഇഡലി മാവ് ബാക്കി വന്നു കഴിയുമ്പോഴേ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുമല്ലോ, അന്നേരം നമ്മള് ഇങ്ങനെ ചെയ്തങ്ങ് കഴിക്കും. അതാണ് സംഭവം. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയല്ല. ഡെലിമാവ് ബാക്കി വന്നാൽ ഇച്ചിരി നിറപ്പിച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാം. പക്ഷെ ഇതൊരു വെറൈറ്റി ചെയ്തെന്നേ ഉള്ളൂ. നീ പറഞ്ഞ പോലെ ഇഞ്ചി, ഉള്ളി, വേപ്പില, പച്ചമുളക് ഇത്രയും അരിഞ്ഞിട്ട് മാവിലേക്ക് അരിഞ്ഞിട്ടേച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെരി ടേസ്റ്റി. ഇപ്പൊ അതിന് മെനക്കെടാൻ പോയില്ല, ഇങ്ങനെ അങ്ങ് ചെയ്തു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ചമ്മന്തി വേണം അല്ലേ? ചമ്മന്തി മതി, മുളക് ചമ്മന്തി പൊടി. പിന്നെ വേപ്പിലക്കട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയാ. അത് ശരിയായിരുന്നു. ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചാ കേട്ടോ. ഇഷ്ടംപോലെ വേപ്പിലയുണ്ട്. നല്ല കോമ്പിനേഷൻ. വലിയ വർക്കൊന്നുമില്ല ഈ ആഴ്ച. പകൽ സമയം ഒരു ദിവസം ഉണ്ടാക്കാതെ അതിനത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എണ്ണ വാലാലും അമ്മ ടിഷ്യൂലൊക്കെ ഒപ്പിയാ തരുള്ളൂ. ചമ്മന്തി ഇങ്ങനെ എടുത്ത കൈയാട്ടോ ഇതാ. ആ വിരല് ഞാൻ മുട്ടിക്കാത്ത. എണ്ണ കംപ്ലീറ്റ് വലിച്ചു കളയും. വലിച്ചു പൊട്ടിച്ച് അല്ല പതിപ്പിച്ച് നല്ല നീറ്റാക്കുക. നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് ഓൾറെഡി കാണിച്ചിട്ടില്ല, എങ്കിലും ജസ്റ്റ് കാണിക്കാം. ഞാനങ്ങനെ നമ്മുടെ ഫ്രൈഡ് ഇഡലി കഴിക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. കുറേ നാളായിട്ടോ ഈ ഫ്രൈഡ് ഇഡലി കഴിച്ചിട്ട്. പണ്ടൊരിക്കൽ 1-2 വട്ടം ഉണ്ടാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മാവുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറ് പതിവ്. അപ്പൊ ഇത്തവണ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഫ്രൈഡ് ഇഡ്ഡലി ഉണ്ടാക്കാന്ന്. എനിക്കിഷ്ടമാണ് ഇതിന്റെ രുചി. പിന്നെ എണ്ണയിൽ വറുത്തെടുക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എണ്ണ അധികം കൺസ്യൂം ചെയ്യാത്തവർക്ക് ഇത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല കേട്ടോ.
അപ്പൊ അതാണ് സംഭവം. ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണിത്. എനിക്ക് രുചി ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. ഇഞ്ചി അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അതില്ലേലും അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്തവർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ്. ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം പലഹാരത്തിന് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം അല്ലേ, ഒരുമിച്ച് കഴിക്കാം. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് കഴിക്കാം. ഫ്രൈഡ് ഇഡലി, വറുത്ത ഇഡലി ഒരു ഇച്ചിരി അങ്ങ് മുറിച്ചെടുക്കുന്നു. അപ്പൊ കഴിച്ചോ? എങ്ങനെയുണ്ട്? അതെ, ഇതുവരെ പരീക്ഷ നോക്കാത്തവരെ എന്തായാലും പരീക്ഷ നോക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. നല്ല കോമ്പിനേഷനാണ്. വേപ്പിലക്കട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ ചമ്മന്തിപ്പൊടിയും നല്ലതാണ്. ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് പോകുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാ. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കോ വൈകുന്നേരത്തെ സ്നാക്കോ ഒക്കെ ആയിട്ടാ. നല്ല രുചിയുണ്ട്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. എപ്പോഴും ഇഡലി മാവ് ബാക്കി വരുമ്പോ ദോശയല്ലേ ഉണ്ടാക്കണേ. ഇത്തവണ ഫ്രൈഡ് ഇഡലി ഉണ്ടാക്ക്. അതെ, അടിപൊളി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. മാവിനൊരു ഇച്ചിരി പുളി ഉണ്ടെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ലതാ. ഇച്ചിരി പുളിച്ചു പോയ മാവാണെങ്കിലും കുഴപ്പമില്ലാന്ന്. കാരണം ഫ്രൈ അല്ലേ ചെയ്യണേ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ചിലപ്പോ ഇഡലി ചുട്ട് കഴിഞ്ഞ് ബാക്കി വന്നിരിക്കുന്ന മാവ് ചിലപ്പോ ഇത്തിരി പുളിച്ചൊക്കെ പോവാലോ. അത് കുഴപ്പമില്ലാന്ന്. നല്ല രസമായി കോമ്പിനേഷൻ. എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുത്തൻ വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അമ്മ അവിടെ പോയി. ബൈ ബൈ.